അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് മദീനത്തോട്ട് സിയാറത്തിന് പോയി. അപ്പോൾ ഞാനോർത്ത് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. ഞങ്ങളൊരു വൈകുന്നേരം 4:30 റിയാദിൽ നിന്നും പുറപ്പെട്ടിട്ട് വൈകിട്ട് രാത്രി ഒരു 11:30 മണിയായി 11:45 ആയപ്പോഴേക്ക് മദീനയിലെത്തി. അൽഹംദുലില്ലാ യാത്രയൊക്കെ അൽഹംദുലില്ലാ സുഖമായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഒന്ന് ചായ കുടിക്കാനും നിസ്കരിക്കാനും അതുപോലെ മോൻക്കൊന്ന് ഫീഡ് ചെയ്യാനൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതേ ദൂരെ കാണുന്നതാണ് മദീന ഹറമിൻ്റെ മിനാരങ്ങൾ കാണുക. അൽഹംദുലില്ലാ മദീനത്ത് എത്തുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലേ. ഞാനിവിടെ സൗദിയിലെത്തിയതിന് ശേഷം എല്ലാ വർഷവും എനിക്ക് അൽഹംദുലില്ലാ മദീനയിൽ പോകാനും ഉംറ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഞങ്ങൾ മദീനയിൽ എയർബിഎൻബി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മോനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനൊക്കെ അതാണ് എപ്പോഴും മോനെ അതിന് ശേഷം അതാണ് സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു റൂമായിരുന്നു. ഇൻഷാ അല്ലാ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ എയർബിഎൻബിൻ്റേത് താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ കിച്ചണൊക്കെ ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ബെഡ്റൂം അതുപോലെ 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് അതും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഉറക്കമൊക്കെ സുഖമായിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ. വൈകിട്ടാണ് ഞങ്ങൾക്ക് റൗള വിസിറ്റിനുള്ള പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹജ്ജിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വർഷത്തിൽ ഒരു വട്ടമല്ലേ എല്ലാവർക്കും റൗള പെർമിഷനുള്ളൂ. അപ്പോൾ ഒരു വട്ടം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ തന്നെ ചിലർക്കത് വീണ്ടും പെർമിഷൻ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പം എപ്പോഴും ചെക്ക് ചെയ്യുക നമ്മുടെ ഡേറ്റും കൺവീനിയൻസും ഒക്കെ. കാരണം വർഷത്തിൽ ഒരിക്കലും മാത്രമേ അതിനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ നമുക്കുള്ളൂ. പക്ഷേ അത് ഒരുപാട് ഉപകാരമാണ്. കാരണം എല്ലാവർക്കും പോകാൻ വേണ്ടി സാധിക്കും. മറ്റേത് പോയവർക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടാനും ആഗ്രഹമുള്ളവർക്ക് ചിലപ്പം പോകാൻ പറ്റാണ്ടിരിക്കാനൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വരാനും ഇവിടെ സിയാറത്ത് ചെയ്യാനും എല്ലാം അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ നല്ല വീഡിയോസായിട്ട് വരാം. അസ്സലാമു അലൈക്കും.